ഇന്നത്തെ സ്പെഷ്യൽ ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. ഇപ്പം മാമ്പഴത്തിൻ്റെ കാലമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടി നമ്മൾ പഴുത്ത 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തോലെല്ലാം കളഞ്ഞെടുക്കാം. അതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം അത്യാവശ്യം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി കുറച്ച് ചേർത്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര പാനി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഈ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നല്ല കട്ടിയുള്ള തൈര് വേണം, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, ഒരു മീഡിയം പുളിയൊക്കെയുള്ള തൈര് തന്നെയാണ് വേണ്ടത്. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി തിളച്ച് വരണം. ഇപ്പോൾ നന്നായി തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കൊരു താളിപ്പ് റെഡിയാക്കി എടുക്കണം. അത് നെയ്യിലാണ് നമ്മൾ താളിച്ചിടുന്നത്. അതിന് വേണ്ടി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണല്ലോ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ഐറ്റമാണ്. നല്ല ഒരു മണമൊക്കെയാണ് നെയ്യിൽ മൂപ്പിച്ചിടുന്നതുകൊണ്ട്. ഇപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.